അതോടൊപ്പം നമ്മുടെ പരിഗണനയ്ക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും 8 ഇവയിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരേ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഇപ്പോൾ അതിൻ്റെ ചുമതലകളിൽ തുടരുന്നതാകട്ടെ കേരള രാഷ്ട്രീയത്തിൻ്റെ സമീപകാല ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ടാണ്. അത് ഇടതുപക്ഷ നേതൃത്വത്തിൽ ഒരു തുടർഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ് ആ തിരുത്തിയെഴുത്ത്. ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്? ഇതിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ താരതമ്യപ്പെടുത്താവുന്ന മറ്റൊരു സംഭവമേ ഉള്ളൂ. അത് കോൺഗ്രസിൻ്റെ അധികാരക്കുത്തക തകർത്തുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായ 1957 കമ്മ്യൂണിസ്റ്റ് വിജയത്തോട് മാത്രം താരതമ്യപ്പെടുത്താൻ പറ്റുന്നതാണ് 2021 കേരളീയ ജനതയുടെ വിധി. അത് തൊട്ട് 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കൊടുത്തുകൊണ്ട് 91 നിന്ന് 99 ആയി. ഇതൊരു ചരിത്ര സംഭവമാണ്. അതിന് മുമ്പും അതിന് ശേഷവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും അതിൻ്റെ നേതൃത്വത്തിനും അതിനെ നയിക്കുന്ന പാർട്ടിക്കും എതിരായി നടക്കുന്ന ഹീനമായ കടന്നാക്രമണങ്ങൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പല പല ഗവൺമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ കേരളത്തിൽ. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടാമത് 2021 തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 1 വർഷക്കാലം 1.5 വർഷക്കാലം എന്താ ഇവിടെ നടന്ന പ്രചരണം ആ ഗവൺമെൻറ്റിനെതിരായിട്ട്? കേരളത്തിലെ മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്തുകാരനെന്നല്ലേ ആക്ഷേപിക്കപ്പെട്ടത്? അല്ലേ? എല്ലാ ചാനലുകളും വൈകുന്നേരം ചർച്ച. അതിൻ്റെ ആ പ്രചരണത്തിലെ മറ്റ് വിശദാംശങ്ങളിലേക്ക് സമയം ലാഭിക്കാൻ ഞാൻ പോകുന്നില്ല. അച്ചടി മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. 57 EMS ഗവൺമെൻറ്റിനെ വിമോചന സമരം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ മഹത്തായ ഒരു ആശയമാണ്. വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള സമരം. പാലസ്തീൻ സമരത്തെ നാഷണൽ ലിബറേഷൻ സ്ട്രഗിളായിട്ടാണ് പറയുന്നത്. അതുപോലൊരു പേര് ഇട്ടുകൊണ്ടാണ്. സത്യാനന്തര കാലത്തെ പ്രയോഗങ്ങൾ അന്ന് തുടങ്ങിയതാണ്. ഈ സത്യാനന്തരം എന്നൊക്കെയുള്ള വാക്ക് പോസ്റ്റ് ട്രൂത്തൊക്കെ സമീപകാലത്ത് വന്നെങ്കിൽ പ്രതിവിപ്ലവകാരികൾ നേരത്തെ ഇത് പ്രയോഗിച്ചിരുന്നു. 58-59 അമേരിക്ക, ഡോളർ എല്ലാം പങ്കുവഹിച്ചിട്ടുള്ള നീക്കം. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പുസ്തകമുണ്ട് അതിനെക്കുറിച്ച്. അമേരിക്കയും ഡോളറും CIA-യും വഹിച്ച പങ്ക് പിന്നീട് തെളിഞ്ഞതല്ലേ? അതിന് സമാനമായ വളഞ്ഞിട്ടുള്ള ആക്രമണം നടത്തി. ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിൽ. കാര്യം ഇത് വീണ്ടും വരാൻ പാടില്ല. അങ്ങനെ സാധാരണ കേരളത്തിൽ വരാറില്ല. മാറ്റം ഉണ്ടാവും. അപ്പം അത് ഉറപ്പാക്കണം. അതിനുവേണ്ടി നടത്തിയ ആക്രമണം. പക്ഷെ സംഭവിച്ചത് എന്താന്ന് കണ്ടു. അതിൽ ഇച്ഛാഭംഗം വന്ന പ്രതിലോമ ശക്തികൾ, നാടൻ പ്രതിവിപ്ലവ ശക്തികളും മറുനാടൻ പ്രതിവിപ്ലവ ശക്തികളും അവരെല്ലാം പങ്കെടുത്തുകൊണ്ട് ആസൂത്രിതമായ ആക്രമണ പരമ്പരയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിന് പുറകെ ഒന്നായി. ഇതിനെ നേരിടുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല,
നമ്മുടെ നാടിനെ, കേരളത്തെ സ്നേഹിക്കുന്നവർക്ക്